എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ തോരൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറിയും ഒക്കെ അല്ലേ വെക്കാറ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചിക്കൻ തോരനായിട്ടൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ പീസുകൾ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് എടുത്തിട്ടതാണ്. അത് ഇതിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ 2-3 പച്ചമുളകൊന്ന് കീറിയിട്ടിട്ടതും അതുപോലെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും മതി. ഇതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകമാണ് ഇട്ടിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതേസമയം തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ തോരനൊക്കെ തേങ്ങ എടുക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഈ തേങ്ങയുടെ കൂട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയൊക്കെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങും. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ബലം പ്രയോഗിച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. മിക്സിയിലൊന്നും ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനി നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി തോത്തി എടുക്കണം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതിൽ നമ്മൾ മസാലപ്പൊടിയല്ല ചേർത്തിരിക്കുന്നത്, പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ചോറിനും അതുപോലെ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്